ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ 2025 നമ്മളെ വിട്ട് കടന്നു പോവുകയാണ്. ഒരു ദിവസം കൂടി ബാക്കിയുള്ളൂ ഇനി. ഈ 2025 നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഈ 2025 വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കണ്ണുനീരും ദുഃഖവും അങ്ങനത്തെ ഒരു വർഷമായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ജനിച്ചിട്ട് ഇത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിച്ച വേറൊരു വർഷവും ഇല്ലയെന്ന് പറയാം. അത്രയ്ക്ക് ഒരു 2025 സ്റ്റാർട്ടിങ് തുടങ്ങി ഈ ദിവസം വരെ ഒരു ദിവസം പോലും നല്ലൊരു ദിവസം ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു 2025 ദൈവം എന്നെ ഒത്തിരി പരീക്ഷിച്ച് ബുദ്ധിമുട്ടിലൂടെയൊക്കെ കൊണ്ടുപോയി. ഇനി 2026 ലെവലാകും, ശരിയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലാണ് എൻ്റെ പ്രതീക്ഷ, വിശ്വാസം എല്ലാം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ 2025? അപ്പോൾ പിന്നെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. വെറും 2025 കഥ പറഞ്ഞിരുന്നാൽ പോരല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് യൂറിക് ആസിഡിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. നമുക്കിപ്പോൾ ഒത്തിരി ആൾക്കാർക്കുള്ളതാണല്ലോ യൂറിക് ആസിഡ്. യൂറിക് ആസിഡിൻ്റെ സിംറ്റംസ് പറയാം. അതിന് മെയിനായിട്ട് വേറെ ഒന്നുമില്ല, വേദനയാണ്. കൈക്കും കാലിനും കാൽ വിരലിനൊക്കെ വേദന ഉണ്ടാവുക, നീരുണ്ടാവും, നടക്കാൻ വയ്യാത്ത പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ. അതിന് നമ്മൾ കുറയ്ക്കേണ്ടത് റെഡ് മീറ്റ്, സീ ഫുഡ്, ആൽക്കഹോളാണ് മെയിനായിട്ട് ഇതിന് നമ്മൾ ഒഴിവാക്കേണ്ടത്. പിന്നെ ദിവസം ഒരു 2.5 മുതൽ ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, മുടങ്ങാതെ എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ തന്നെ ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് വേദന കൂടുതലുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുക. ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നുണ്ട് ലാബിൽ ഷുഗർ, കൊളസ്ട്രോൾ കഴിഞ്ഞാൽ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതാണ് യൂറിക് ആസിഡ്. പിന്നെ ക്രിയാറ്റിൻ, SGPT, അതിനെപ്പറ്റി വേറൊരു വീഡിയോയിൽ പറയാം. യൂറിക് ആസിഡ് നോർമലായിട്ട് ലേഡീസിന് 2.5 തുടങ്ങി 6 വരെയാണ് നോർമൽ. ജെൻസിന് 3.5 തുടങ്ങി 7 വരെ നോർമലാണ്. അത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതിനനുസരിച്ച് ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നാളെ വേറൊരു വീഡിയോയുമായി വരാം. അപ്പോൾ എല്ലാവർക്കും ബായ്. ഒരു വട്ടം കൂടി എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ബായ്.